ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ രാവിലെ തന്നെ നമ്മൾ തിരക്കിലാട്ടോ ഭയങ്കര സ്പീഡിലാണ് പണിയെടുക്കണത് തന്നെ. നമുക്കിന്ന് മോനൊന്ന് മരുന്ന് കയറ്റാൻ പോകണം ഹോസ്പിറ്റലിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ മോനെ ചെറിയൊരു ക്ഷീണവും അസ്വസ്ഥത ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട് റിസൾട്ട് വേഗം ഡോക്ടറെ കാണിക്കണം. അപ്പോൾ മരുന്ന് കയറ്റലും ഡോക്ടറെ കാണിക്കലൊക്കെ പാടാകുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ പോയാൽ വേഗം എല്ലാതും നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പം ഞങ്ങളതുകൊണ്ട് നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം മാത്രമേ റെഡിയാക്കണുള്ളൂ. പിന്നെ പോയി വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ച് വെച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ മോന് സ്കൂളിൽ പോകുമ്പോഴത്തേനും വേഗം പത്തിരിയും കറിയാക്കി ഓനെ പറഞ്ഞേക്കാം. പിന്നെ നമുക്ക് മോനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ട് ബാക്കിയുള്ള പണികൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെന്താണ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞ് പത്തിരി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ചായ ഇങ്ങനെ കുടിക്കണ്ടല്ലോ. രാവിലെ തന്നെ ചായ കുടിക്കുമ്പോൾ ഒരു സുഖമാണ്, ചൂടുള്ള ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം പത്തിരി ചുട്ട് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക കേട്ടോ. മോനൊന്ന് കൗണ്ട് കൂടി കിട്ടിയാൽ മതിന്. അപ്പോൾ കുറച്ചായി ഓനിങ്ങനെ കൗണ്ട് പറ്റ കുറയണേ. ഇഞ്ചക്ഷൻ വെക്കലാണ് ആഴ്ചയിൽ പോയിട്ട്. അതിമൊന്നും കൂടുന്നില്ല എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് ഓനെ കാണുമ്പം തന്നെ ഞങ്ങൾക്ക് അറിയാം. ശരീരത്തിലൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അൽഹംദുലില്ലാ വലിയ കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരുടെ കാണുമ്പോൾ നമുക്കൊന്നും ഒന്നുമില്ല. അപ്പം ഇനി മോനെ സ്കൂളിൽ പറഞ്ഞേക്കാനുള്ളതൊക്കെ റെഡിയാക്കേണ്ടത്, നമ്മളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി മോനുള്ള യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഓന് കുളിക്കുന്നുണ്ട്. ഓനത് കഴിഞ്ഞിട്ട് ഓന് ഭക്ഷണം കഴിച്ചൊക്കെ ചെയ്തിട്ട് ഓന് സ്കൂളിൽ പറഞ്ഞേക്കണം. അവൻ്റെ യൂണിഫോം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓനിതാ സ്കൂളിലേക്ക് പോകാൻ ഓന് ആവേശം, ഒരു ആവേശം കേട്ടോ. അതെന്താണ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ ഓനൊരു ടെൻഷനാണ്. അതാണ് ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ ഓന് സ്കൂളിലേക്ക് പോയി. ഞാൻ വേഗം ഇവനെ വിളിച്ചുണർത്തിയിട്ട്, ഓനെ എണീറ്റില്ലേന് വേഗം എണീറ്റ് വിടുന്ന് പറഞ്ഞ് ഓനെ വിളിച്ചുണർത്തി. ഓന് കുളിക്കാൻ പോയി. അപ്പോഴത്തേക്കും ഞാൻ വേഗം ഭക്ഷണം കഴിക്കട്ടെ വിചാരിച്ച്. എനിക്കാണെങ്കിൽ കുറച്ച് താമസം പിടിക്കൽ ഭക്ഷണം കഴിക്കാൻ, പെട്ടെന്ന് സ്പീഡില്ല. അപ്പോഴത്തേനും ഓർക്കും മക്കൾ രണ്ടാളും അവരൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ ഞാനും ഭക്ഷണം കഴിക്കുകയാണ്. ഇനി അപ്പോഴത്തേനും മാറ്റാനുള്ളതൊക്കെ എടുത്ത് വേഗം പിന്നെ ഞങ്ങളങ്ങനെ പോയിട്ടോ. അതാ ഞങ്ങളിങ്ങനെ വണ്ടിമ്മ പോവുകയാണ്. പിന്നെ നമുക്ക് അവിടെ മുക്കത്തെത്തിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ബസ്സിലാണ് പോണത്. അപ്പോൾ എന്താ കാരണം മഴയാണ്, വണ്ടിമ്മ പോയാൽ ശരിയാവില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ബസ് ഇങ്ങനെ പോയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മോനെ ടെസ്റ്റ് റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഓൻ എന്നെ ടെൻഷൻ കേട്ടോ. കൗണ്ട് നമ്മൾ വിചാരിച്ചപ്പോൾ തന്നെ കൂടിയില്ല. കൗണ്ട് ഇങ്ങോട്ട് പറ്റ കുറഞ്ഞതാണ്, 19,000 ആയി. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെന്താണ് കൂടാത്തത്, ഇങ്ങനെയാണെങ്കിൽ ഡോക്ടറോട് 2 വർത്താനം പറയണം കേട്ടോ. അത് മരുന്ന് കുടിച്ചിട്ടും കൂടുന്നില്ല എന്നൊക്കെ അവന്. നമ്മൾ ഇപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചിട്ടും കൂടാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ടെൻഷന്. ഇനിയിപ്പോൾ ഡോക്ടറെ കാണിച്ച് നോക്കിയിട്ട് ഡോക്ടർ എന്താണെന്നുള്ളത് പറയണത് നോക്കണം. അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ വണ്ടി തിന്നാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് നമ്മൾ ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ഓക്കേ.